ഹലോ, ഞാൻ ശിവശ്രീ. ഞാനിപ്പോൾ ലേൺ വൈസിൽ BBA ജൂലൈ 2024 സെക്ഷനിൽ ജോയിൻ ചെയ്തതാണ്. ഞാൻ ഒരു ഹൗസ് വൈഫാണ്. അതുപോലെ തന്നെ ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനിയിൽ കണ്ടന്റ് കോർഡിനേറ്ററായിട്ട് വർക്ക് ഫ്രം ഹോം ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രീ ടൈം അവൈലബിൾ ആണ്. അങ്ങനെ അപ്പോഴാണ് ഞാനിങ്ങനെ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത്, അപ്പോൾ എന്തായാലും വെറുതെ കുറേ സമയം വേസ്റ്റ് ചെയ്ത് കളയുന്നതിൽ നല്ലത് നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്രദമായ കാര്യം ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ തിങ്ക് ചെയ്ത് വന്നപ്പോഴാണ് ഇങ്ങനെ ഡിസ്റ്റന്റ് ആയിട്ട് ഡിഗ്രി ചെയ്യാം, എക്സാം, അസൈൻമെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളത് വന്നപ്പോൾ ഞാൻ ഒരു പ്രിഫറൻസ് കൊടുത്തു. പിന്നെ ഞങ്ങൾ മാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. അപ്പൊ ഞാൻ ഇത് സംസാരിച്ചപ്പം കേരളത്തിൽ നിന്നുള്ള സംസാരം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ എക്സാം എഴുതണത് എനിക്ക് ഇവിടെ ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കാരണം മോള് ഇവിടെ സ്കൂളിൽ ജോയിൻ ചെയ്തേക്കാണ്. അപ്പൊ നമുക്ക് അവളുടെ സ്റ്റഡീസ് മിസ് ചെയ്ത് പോവാന്ന് പറയാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ ഇവിടെ എക്സാം എഴുതാൻ പറ്റുമോ ചോദിച്ചപ്പോൾ എവിടെ വേണമെങ്കിലും എഴുതാം എന്നുള്ളത് വന്നപ്പോൾ ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. പിന്നെ അങ്ങനെ അപ്പോൾ ജോയിൻ ചെയ്തു. ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിന്റെ അസൈൻമെന്റ്സ് മുഴുവൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എക്സാംസിനുള്ള വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ലേൺ വൈസ് നമുക്ക് നല്ല ഒരു ടൈം ടേബിൾ പ്രിഫർ ചെയ്ത് തന്നിട്ടുണ്ട്. അത് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഇത്രയും ബിസി ഷെഡ്യൂൾ മീൻസ് നമുക്ക് നമ്മുടേതായ പേഴ്സണൽ കാര്യങ്ങൾ, അതുപോലെ തന്നെ ജോലി കാര്യങ്ങൾ, ഇതിന്റെ ഇടയിൽ നമുക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിനു വേണ്ടി തലപോക്കുക എന്നുള്ളതൊന്നും പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. അപ്പോൾ നമുക്ക് ലേൺ വൈസ് ആയിട്ട് തന്നെ ഒരു ടൈം ടേബിൾ പ്രിഫർ ചെയ്ത് തന്നപ്പോൾ അത് ഒരുപാട് ഉപകാരമാണ്. കാരണം നമുക്കത് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് വെച്ച് അത് വെച്ച് ഫോളോ ചെയ്ത് പോവാണെങ്കിൽ നമുക്ക് ഒരുവിധം എല്ലാം കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഒരു അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഒരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ഒരുപാട് സപ്പോർട്ടീവായിട്ട് നമ്മുടെ മെന്റേഴ്സും നമ്മുടെ കൂടെ ചെയ്യാൻ പറ്റുന്നില്ലേ, പഠിക്കുന്നില്ലേ എന്നുള്ളത് ഒരാൾ വിളിച്ച് ചോദിക്കുമ്പോൾ അത് ചെറിയൊരു കാര്യമല്ലല്ലോ. നമ്മളുടെ കാര്യത്തിൽ ഒരാൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് നമുക്കും ഒരു തോന്നലുണ്ടാവും ഉള്ളില്. അങ്ങനെ പിന്നെ എല്ലാം കൊണ്ടും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് എക്സാം മെറ്റീരിയൽസ് ആണെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് കിട്ടാൻ നേരം വൈകുമ്പോഴാണെങ്കിലും നമുക്ക് ലേൺ വൈസിൽ SLM-ഉം പിന്നെ വാല്യൂ ആഡഡ് നോട്ട്സും എല്ലാതും നമുക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാ തരത്തിലും. അങ്ങനെ അപ്പോൾ എന്തുകൊണ്ടും ഞാനെടുത്ത ഡിസിഷൻ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും സപ്പോർട്ടീവായിട്ട് നല്ലൊരു എൻവയോൺമെന്റും നമുക്ക് ഇതിൽ കൂടി കിട്ടുന്നുണ്ട്. അതന്നെ വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ. ഓക്കെ, താങ്ക് യു.